ഒരു സംഖ്യയുടെ 25% ആ സംഖ്യയുടെ 1/3 കുറവാണ്. സംഖ്യ കണ്ടെത്തുക. ഇവിടെ ഒരു സംഖ്യയുടെ 25% ആ സംഖ്യയുടെ 8 കുറവാണെന്ന് നൽകിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ സംഖ്യ കണ്ടെത്തണം. നമുക്കറിയില്ലാത്ത ആ സംഖ്യ നമുക്ക് എക്സ് എന്ന് എടുക്കാം. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ 8 കുറവാണ് എക്സിൻ്റെ 25% എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ എക്സിൻ്റെ 1 കാണാനായിട്ട് എക്സ് ഗുണം 1 കണ്ടാൽ മതി. അതിൽ നിന്ന് 8 കുറയ്ക്കുന്നതിന് തുല്യമാണ് എക്സിൻ്റെ 25%. ഓർക്കുക, 25% കാണുന്നതിന് നമ്മൾ 25% എന്ന് പറഞ്ഞാൽ അതിനെ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതിയാൽ 100ൽ 25 എന്നുള്ള രൂപത്തിലാണ് വരുന്നത്. 100നെ 25നെ 25 ഉപയോഗിച്ച് ഹരിച്ചാൽ ഇവിടെ 4ഉം ഇവിടെ 1ഉം വരും. അതായത് 25% എന്നുള്ളത് 4/1 തുല്യമാണ്. അപ്പോൾ എക്സിൻ്റെ 25%-ന് പകരം എക്സിൻ്റെ 4/1 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമുക്കിത് സമം എക്സ് ഗുണം 4/1 എന്ന് എഴുതാം. അതായത് എക്സ് ഗുണം 3/1 മൈനസ് 8 സമം എക്സ് ഗുണം 4/1 എന്ന് വരും. ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. അതിനായിട്ട് ഈ എക്സ് ഗുണം 4/1 നമുക്ക് ഇടതുവശത്തേക്ക് കൊണ്ടുപോകാം. അതുപോലെ ഈ 8നെ വലതുവശത്തേക്കും കൊണ്ടുപോകാം. അപ്പോൾ എക്സ് ഗുണം 3/1 മൈനസ് എക്സ് ഗുണം 4/1 സമം -8 ഇവിടെ വരുമ്പോൾ +8 ആവും. എക്സ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു 3/1 മൈനസ് 4/1 സമം 8 എന്ന് വരും. ഓർക്കാം, 3/1 മൈനസ് 4/1 എങ്ങനെ കാണും? അതായത് എക്സ് ഗുണം, ഇവിടെ ഭിന്നസംഖ്യകൾ കുറയ്ക്കണമെങ്കിൽ ഛേദം തുല്യമാക്കണം. അതിനായിട്ട് ഈ 4 കൊണ്ട് ഇവിടുത്തെ അംശത്തിനെ ഗുണിക്കുന്നു. അപ്പോൾ 4 എന്ന് വരും. മൈനസ് 3 കൊണ്ട് ഈ അംശത്തിനെയും ഗുണിക്കുന്നു. 3 കോമൺ ഛേദമായിട്ട് 3ഉം 4ഉം കൂടെ ഗുണിക്കുക. 3 4 12 സമം 8 എന്ന് വരും. അതായത് എക്സ് ഇൻറ്റു 4ൽ നിന്ന് 3 കുറച്ചാൽ 1, ഡിനോമിനേറ്റർ 12. എക്സ് ഗുണം 12ൽ 1 സമം 8 എന്ന് വരും. അപ്പോൾ എക്സ് കിട്ടാൻ എന്ത് ചെയ്യണം? 12 കൊണ്ട് 8നെ ഗുണിക്കുക. എക്സ് സമം 12 ഗുണം 8 സമം 96 എന്ന് കിട്ടും. അപ്പോൾ നമുക്കറിയില്ലാത്ത സംഖ്യ 96 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. തന്നിരിക്കുന്ന പാറ്റേണിൽ നഷ്ടമായ സംഖ്യകൾ ഏവ? ഇവിടെ ഒരു സംഖ്യാ പാറ്റേൺ നൽകിയിട്ടുണ്ട്. ഇതിൽ 2 സംഖ്യകൾ വിട്ടുപോയിട്ടുണ്ട്. ആ സംഖ്യകൾ ഏതൊക്കെയെന്ന് കണ്ടെത്തണം. അപ്പോൾ ഈ പാറ്റേൺ ഒന്ന് നോക്കാം. 0 1 1 2 3 5 8 ഡാഷ് 21 34 ഡാഷ് 89. അപ്പോൾ നമുക്ക് ഈ ഡാഷിൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യകളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ പാറ്റേണിലെ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം നോക്കുക. 0 1 1 2 3 അങ്ങനെയാണ് വരുന്നത്. നമുക്ക് ആദ്യത്തെ 2 സംഖ്യകൾ 0 1 കൂടെ കൂട്ടിയാൽ 3ാമത്തെ സംഖ്യ കിട്ടും. രണ്ടാമത്തെ 3ാമത്തെ സംഖ്യകൾ, അതായത് 1 1 കൂടെ കൂട്ടിയാൽ 4ാമത്തെ സംഖ്യയായി 2 ആയി. ഇനി 2 1 കൂടെ കൂട്ടുമ്പോൾ അടുത്ത സംഖ്യ 3, 3ഉം 2ഉം കൂടെ കൂട്ടിയതാണ് അടുത്ത സംഖ്യ 5, 5ഉം 3ഉം കൂടെ കൂട്ടിയാൽ 8, 8ഉം 5ഉം 13 ഇവിടെ വരേണ്ടത്. 13. ഇനി 13 8 21, 21ഉം 13ഉം 34, 34 21ഉം 55 ആണ് അടുത്ത് വരേണ്ടത്. 55ഉം 34ഉം കൂടെ കൂട്ടുമ്പോൾ 89 കിട്ടും. അപ്പോൾ ഇവിടെ ഒഴിവായിപ്പോയ സംഖ്യകൾ 13ഉം 55ഉമാണ്. ശരി ഉത്തരം ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, -2/4 ഗുണം 2/3 സമം ഡാഷ്. നമുക്കിവിടെ -2/4 ഗുണം 3/2/4 കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി എഴുതാം. -2/4 ഗുണം 2/3 എന്നുള്ളത് നമുക്ക് 3/4/2/4 എന്ന് എഴുതാം. അംശത്തിൻ്റെ പവർ ഛേദത്തിൻ്റെ പവർ എന്ന് എഴുതിയാൽ മതി. ഇനി ഓർക്കേണ്ട ഒരു കാര്യം, ഈ -2/4ഉം 2/4ഉം തുല്യമായിരിക്കും. -2/4 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 16 ആയിരിക്കും കിട്ടുക. ഓർക്കുക, നെഗറ്റീവ് സംഖ്യകൾ 2 തവണ ഗുണിച്ചു കഴിഞ്ഞാൽ, ഒരു നെഗറ്റീവ് സംഖ്യ വേറൊരു നെഗറ്റീവ് സംഖ്യ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഉത്തരം പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ മൊത്തം 4 തവണ ഗുണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉത്തരം പോസിറ്റീവ് ആയിരിക്കും. 16 തന്നെ കിട്ടും. അതുപോലെ 2/4ഉം 16 തന്നെയാണ്. ഇത് രണ്ടും തുല്യമാണ്. തുല്യമായതുകൊണ്ട് ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. പോയിട്ട് ഉത്തരം കിട്ടുന്നത് എന്താണ്? 3/4 തന്നെ. ശരി ഉത്തരം ഓപ്ഷൻ ബി. 45 സംഖ്യകളുടെ ശരാശരി 150 ആണ്. 46 എന്ന സംഖ്യ 91 എന്ന് തെറ്റായി എഴുതിയതായി പിന്നീട് കണ്ടെത്തി. എങ്കിൽ ശരിയായ ശരാശരി എന്തായിരിക്കും? ഇവിടെ 45 സംഖ്യകളുടെ ശരാശരി 150 ആണെന്ന് നൽകിയിരിക്കുന്നു. പക്ഷേ ഈ ശരാശരി കണ്ടുപിടിച്ചപ്പോൾ 46 എന്ന സംഖ്യയ്ക്ക് പകരം 91 എഴുതിയാണ് ക്രിയ ചെയ്തത്. അങ്ങനെയെങ്കിൽ ശരിയായ ശരാശരി എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പ മാർഗ്ഗമുണ്ട്. നോക്കുക, സംഖ്യകളുടെ തുകയെ അവയുടെ എണ്ണം കൊണ്ട് ഹരിച്ചാണ് നമ്മൾ ശരാശരി കാണുന്നത്. ഇവിടെ തുക കണ്ടപ്പോൾ 46ന് പകരം 91 എഴുതിയത്. അപ്പോൾ ഇവിടെ അധികമായി വന്നത് എത്രയാണ്? തുകയിൽ അധികമായി വന്നത് എത്രയാണ്? അത് കണ്ടുപിടിക്കാൻ 91ൽ നിന്ന് 46 കുറച്ചാൽ മതി. അപ്പോൾ 45 തുകയിൽ അധികമായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതുകൊണ്ടാണ് ശരാശരി തെറ്റാകുന്നത്.
അപ്പോൾ 45 അധികമായി വന്നു. ഈ അധികമായി വന്ന 45നെ സംഖ്യകളുടെ എണ്ണമായ 45 കൊണ്ട് ഹരിക്കുന്നു. സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുന്നു. ഈ ഹരിച്ചു കിട്ടുന്ന സംഖ്യ നമ്മുടെ ശരാശരി 150ൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിയായ ശരാശരി കിട്ടും. അപ്പോൾ 45നെ 45 കൊണ്ട് ഹരിച്ചാൽ 1, 150ൽ നിന്ന് 1 കുറച്ചാൽ 149. അപ്പോൾ ഇതാണ് ശരിയായ ശരാശരി. ശരി ഉത്തരം ഓപ്ഷൻ എ. 3, 5, 7, 9 എക്സെട്ര എന്ന സമാന്തര പ്രോഗ്രഷൻ്റെ 24ാം പദം എത്ര? ഇവിടെ ഒരു സമാന്തര പ്രോഗ്രഷൻ്റെ 24ാം പദം കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ സമാന്തര പ്രോഗ്രഷൻ്റെ n-ാം പദം കണ്ടുപിടിക്കാൻ നമുക്കൊരു സൂത്രവാക്യമുണ്ട്. xn സമം f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതിൽ f ആദ്യ പദം, n പദങ്ങളുടെ എണ്ണം, d പൊതുവ്യത്യാസം. അപ്പോൾ നമുക്ക് ഈ സൂത്രവാക്യം ഉപയോഗിച്ച് നമുക്ക് 24ാം പദം കണ്ടുപിടിക്കാം. 24ാം പദം കണ്ടുപിടിക്കാൻ n-ന് പകരം 24 കൊടുക്കണം. അപ്പോൾ f ആദ്യ പദമാണ്. ആദ്യ പദം 3, ഇവിടെ ആദ്യത്തെ സംഖ്യ 3 ആണ്, പ്ലസ് n-ന് 24 കൊടുക്കണം. അപ്പോൾ 24ൽ നിന്ന് 1 കുറച്ച് 23. 23 ഗുണം d പൊതുവ്യത്യാസം. അതായത് 3നോട് എത്ര കൂട്ടിയാൽ 5 കിട്ടും എന്ന് നോക്കിയാൽ മതി. 3നോട് 2 കൂട്ടിയാലാണ് 5 കിട്ടുന്നത്. അപ്പോൾ പൊതുവ്യത്യാസം 2 ആണ്. അപ്പോൾ 23 ഗുണം 2 എന്ന് വരും. അപ്പോൾ ആദ്യം ഗുണിക്കണം. 3 പ്ലസ് 23 2 46. 46 3 49 എന്ന് വരും. അപ്പോൾ 24ാം പദം 49 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി. കൃഷ്ണൻ്റെ സഹോദരിയാണ് ഗൗരി. പിങ്കിയുടെ ചെറുമകനാണ് കൃഷ്ണൻ. സിമിയുടെ അമ്മയാണ് പിങ്കി. രാമൻ്റെ ഭാര്യയാണ് സിമി. പിങ്കി ഗൗരിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ഇവിടെ ഒത്തിരി ബന്ധങ്ങൾ നൽകിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ പിങ്കി ഗൗരിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അല്ലെങ്കിൽ ഗൗരിയുടെ ആരാണ് പിങ്കി എന്ന് കണ്ടെത്തണം. നോക്കുക, കൃഷ്ണൻ്റെ സഹോദരിയാണ് ഗൗരി, പിങ്കിയുടെ ചെറുമകനാണ് കൃഷ്ണൻ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എടുത്താൽ മതി. കൃഷ്ണൻ്റെ സഹോദരിയാണ് ഗൗരി, പിങ്കിയുടെ ചെറുമകനാണ് കൃഷ്ണൻ. പിങ്കിയുടെ ചെറുമകനാണ് കൃഷ്ണൻ. ആ കൃഷ്ണൻ്റെ സഹോദരിയാണ് ഗൗരി. അപ്പോൾ പിങ്കിയുടെ ചെറുമകളാണ് ഗൗരി. ഓർക്കുക, പിങ്കിയുടെ ചെറുമകനാണ് കൃഷ്ണൻ. ആ കൃഷ്ണൻ്റെ സഹോദരിയാണ് ഗൗരി. അപ്പോൾ ഗൗരിയും പിങ്കിയുടെ ചെറുമകളായിരിക്കും. അല്ലെങ്കിൽ ഗൗരിയുടെ അമ്മൂമ്മയാണ് പിങ്കി. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ എ, അമ്മൂമ്മ. മഹേശ്വർ കിഴക്കോട്ട് 5 മീറ്ററും അവിടെ നിന്ന് 4 മീറ്ററും പടിഞ്ഞാറോട്ട് നടന്നു. പിന്നീട് 5 മീറ്റർ വടക്കോട്ട് നീങ്ങി ഇടത്തോട്ട് തിരിഞ്ഞ് 1 മീറ്റർ നടന്നു. പ്രാരംഭ പോയിന്റിൽ നിന്ന് അവർ പിന്നിട്ട ദൂരം എന്താണ്? അപ്പോൾ ഈ ചോദ്യം ഡയറക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഡയറക്ഷൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ഒരു റഫ് ഫിഗർ വരയ്ക്കാം. മഹേശ്വർ കിഴക്കോട്ട് 5 മീറ്റർ. അപ്പോൾ ഇവിടാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് കരുതുക. ഇവിടെ നിന്ന് കിഴക്കോട്ട് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിൽ 5 മീറ്റർ നടന്നു. 5 മീറ്റർ. അവിടെ നിന്ന് 4 മീറ്റർ പടിഞ്ഞാറോട്ട് നടന്നു. അപ്പോൾ ഇതേ ഡയറക്ഷനിൽ തന്നെ, ഇതേ ലൈനിൽ തന്നെ എനിക്കും തിരിച്ചു വരിക. 4 മീറ്റർ പടിഞ്ഞാറോട്ട്. 4 മീറ്റർ പടിഞ്ഞാറോട്ട് നടന്നു. പിന്നീട് 5 മീറ്റർ വടക്കോട്ട് നീങ്ങി. വടക്കോട്ടെന്ന് പറയുമ്പോൾ ഇതിൽ മുകളിലേക്ക് വരും. മുകളിലേക്ക് 5 മീറ്റർ. ഇടത്തോട്ട് തിരിഞ്ഞു. അപ്പോൾ വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ആളുടെ ഇടതുവശം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും, പടിഞ്ഞാറോട്ട് വരും. അപ്പോൾ ഇങ്ങോട്ടാണ് 1 മീറ്റർ നടന്നത്. ഇങ്ങോട്ട് 1 മീറ്റർ. പ്രാരംഭ പോയിന്റിൽ നിന്ന് അവർ പിന്നിട്ട ദൂരം എന്താണ്? അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ പോയിന്റ് ബി. ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, ആദ്യം 5 മീറ്റർ കിഴക്കോട്ട് പോയി, പിന്നീട് 4 മീറ്റർ പടിഞ്ഞാറോട്ട് നടന്നു, പിന്നെ 5 മീറ്റർ വടക്കോട്ട്, വീണ്ടും 1 മീറ്റർ പടിഞ്ഞാറോട്ട്. അപ്പോൾ 5 മീറ്റർ ആദ്യം കിഴക്കോട്ട് പോയി, പിന്നെ 2 ഘട്ടമായിട്ട് പടിഞ്ഞാറോട്ടും 4 1 5 മീറ്റർ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എയും ബിയും ഒരേ ലൈനിലായിരിക്കും വരിക. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ നടന്ന ഈ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും, അതായത് 5 മീറ്റർ തന്നെ. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ എ, 5 മീറ്റർ. ഒരു കിഴിവ് സ്കീമിൽ അടയാളപ്പെടുത്തിയ വിലയായ 4800 രൂപയ്ക്ക് 35% കിഴിവുണ്ട്. എന്നാൽ വിൽപ്പന അന്തിമമായി നടന്നത് 2184 രൂപയ്ക്കാണ്. ഉപഭോക്താവിന് എന്ത് അധിക കിഴിവ് ലഭിച്ചു? ഇവിടെ ഒരു ഡിസ്കൗണ്ട് സ്കീമിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിൽ മാർക്കറ്റ് പ്രൈസ് 4800 രൂപയാണ്. അതിന് 35% ഡിസ്കൗണ്ടും കിട്ടും. എന്നാൽ യഥാർത്ഥത്തിൽ വിൽപ്പന നടന്നത് 2184 രൂപയ്ക്കാണ്. അപ്പോൾ ഉപഭോക്താവിന്, വാങ്ങിയ ആൾക്ക് ലഭിച്ച അധിക ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ അധിക ഡിസ്കൗണ്ടിൻ്റെ ശതമാനം കണ്ടുപിടിക്കണമെങ്കിൽ അധിക ഡിസ്കൗണ്ട് എത്ര രൂപയെന്ന് കാണണം. അതുപോലെ യഥാർത്ഥത്തിൽ എത്ര രൂപയ്ക്കാണ് ഈ സാധനം വിൽക്കേണ്ടിയിരുന്നത് എന്ന് കാണണം. ഓർക്കുക, യഥാർത്ഥത്തിൽ വിൽക്കേണ്ടിയിരുന്ന തുക എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് അല്ല,
അതിൽ നിന്നും 35% കുറച്ചുള്ള തുകയാണ്. അപ്പം നമുക്ക് ആ യഥാർത്ഥത്തിൽ വിൽക്കേണ്ടിയിരുന്ന തുക കണ്ടുപിടിക്കുന്നതിനായിട്ട് 4800 നിന്നും അതിൻ്റെ 35% കുറയ്ക്കാം. അപ്പോൾ ആദ്യം 4800-ൻ്റെ 35% കാണുന്നു. അതാണ് പ്രഖ്യാപിത ഡിസ്കൗണ്ട്. 4800-ൻ്റെ 35% കാണാം. 4800 ഗുണം 100-ൽ 35, 48 ഗുണം 35 വരും. ഗുണിച്ച് കഴിയുമ്പോൾ 1680 രൂപ. അപ്പോൾ ഇത്രയും രൂപയായിരുന്നു ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടേണ്ടിയിരുന്നത്. അപ്പോൾ 4800-ൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ ഏത് തുകയ്ക്കാണ് വിൽക്കേണ്ടിയിരുന്നതെന്ന് കണ്ടുപിടിക്കാം. $3120 രൂപയ്ക്ക് വിൽക്കേണ്ടിയിരുന്ന സാധനമാണ് 2184 രൂപയ്ക്ക് വിറ്റത്. അപ്പോൾ എത്ര അധികമായി കിട്ടിയ ഡിസ്കൗണ്ട് എത്രയെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 3120-ൽ നിന്നും വിറ്റ വിലയായ 2184 കുറയ്ക്കുക. 4 6 10, 936. അപ്പോൾ 936 രൂപയാണ് അധികമായി ലഭിച്ച ഡിസ്കൗണ്ട്. ഈ ഡിസ്കൗണ്ട് യഥാർത്ഥത്തിൽ വിൽക്കേണ്ടിയിരുന്ന വിലയായ 3120-ൻ്റെ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ഉത്തരമായി. അപ്പോൾ 3120-ൽ 936 ഗുണം 100 കാണുക. ഓരോ പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. നമുക്ക് 312-ൻ്റെ 3 ഇരട്ടിയാണ് 936. 300 ഗുണം 3 900, 12-ൻ്റെ 3 ഇരട്ടി 36. അപ്പോൾ ഹരിക്കാം 3. 3 ഗുണം 10 30. അപ്പോൾ അധിക ഡിസ്കൗണ്ട് 30%. ശരി ഉത്തരം ഓപ്ഷൻ സി. ഗ്രൂപ്പിലെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായ നമ്പർ ജോഡി തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെ 4 ജോഡി നമ്പേഴ്സ് നൽകിയിട്ടുണ്ട്. അതിൽ വ്യത്യസ്തമായ ജോഡി തിരഞ്ഞെടുക്കണം. അപ്പോൾ വേറിട്ട് നിൽക്കുന്ന ജോഡി കണ്ടെത്താനായിട്ട് നമ്പറുകളിൽ ഇവിടെ നമ്പേഴ്സ് ജോഡിയായിട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഓരോ ജോഡി എന്നുള്ള നിലയിലുള്ള പ്രത്യേകത നമുക്ക് നോക്കാം. പ്രത്യക്ഷത്തിൽ കാണാവുന്ന ഒരു പ്രത്യേകതയാണ് ഈ ജോഡി. ഇത് 12-ൻ്റെ ഗുണിതമാണ്, രണ്ട് സംഖ്യകളും. അതുപോലെ 48 36 ഇത് രണ്ടും 12-ൻ്റെ ഗുണിതങ്ങളാണ്. ഇതും 96 84 ഇതും 12-ൻ്റെ ഗുണിതങ്ങളാണ്. എന്നാൽ സമയം ഇവിടെ 12 ഒരു പൊതുവായ ഘടകമല്ല. 74 12-ൻ്റെ ഗുണിതമല്ല. 120 ആണ്, എന്നാലും 74 12-ൻ്റെ ഗുണിതമല്ല. അപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 12 ഇവയുടെ HCF എന്ന് കാണാം. ഉസാഖ അഥവാ HCF 12. ഇവിടെയും HCF 12. ഇതും 12 HCF. അതേസമയം ഇവിടെ HCF 2 വരുന്നുള്ളൂ. അപ്പോൾ ഇക്കൂട്ടത്തിൽ വേറിട്ട് ഒരു ജോഡി എന്നുള്ള നിലയിൽ വേറിട്ട് നിൽക്കുന്ന ഒരു ജോഡിയാണ് ഓപ്ഷൻ ബി. അപ്പോൾ ശരി, മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായ നമ്പർ ജോഡി ഓപ്ഷൻ ബി ആണ്. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ക്രൂഡ് എന്നത് 542118 എന്നും ബോസ്റ്റൺ എന്നത് 1415201952 എന്നും എഴുതിയിരിക്കുന്നു. ആ ഭാഷയിൽ ഡോക്കറ്റ് എങ്ങനെ എഴുതും? അപ്പോൾ ഒരു പ്രത്യേക കോഡ്, ആ രീതിയിൽ ആ കോഡ് ഉപയോഗിച്ച് ക്രൂഡിൻ്റെ കോഡ് 542118 ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കോഡ് കിട്ടിയതെന്ന് നമുക്ക് നോക്കാം. അതിന് ചെയ്തിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ക്രൂഡിലെ അക്ഷരങ്ങൾ റിവേഴ്സ് ഓർഡറിൽ എഴുതുന്നു. അതായത് ക്രൂഡിനെ നമ്മളിങ്ങനെ എഴുതുന്നു, EDURC. ഇനി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഈ അക്ഷരങ്ങളുടെ ക്രമനമ്പർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കോഡാവും. E 5-ാമത്തെ അക്ഷരമാണ്, D 4-ാമത്തെ അക്ഷരം, U 21-ാമത്തെ അക്ഷരം, R 18-ാമത്തെ അക്ഷരം, C 3. അങ്ങനെയാണ് 542118 എന്നുള്ള കോഡ് കിട്ടിയത്. ഇതുപോലെ ബോസ്റ്റണിനെ കോഡ് എഴുതാനായിട്ട് ബോസ്റ്റൺ തിരിച്ചെഴുതി NOTSOB. ഇതിൻ്റെ കോഡ് എഴുതി N 14-ാമത്തെ അക്ഷരം, O 15, T 20, S 19, O 15, B 2. ഇങ്ങനെ കോഡ് കിട്ടി. അപ്പോൾ ഡോക്കറ്റിൻ്റെ കോഡ് കിട്ടാനായിട്ട് ആദ്യം നമ്മൾ ഡോക്കറ്റിനെ തിരിച്ചെഴുതണം. ടിയിൽ തുടങ്ങി എഴുതണം. അപ്പോൾ TEKCOD. ഇനി ഓരോ അക്ഷരത്തിൻ്റെയും ക്രമനമ്പർ എഴുതുക. T 20-ാമത്തെ അക്ഷരമാണ്, E 5-ാമത്തെ അക്ഷരം, K 11, C 3, O 15, D 4. അപ്പോൾ 20511315 4 ഇതാണ് നമുക്ക് വേണ്ട കോഡ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി.